നമ്മൾ റംബുട്ടാൻ വല്ലാതെ കായ്ച്ചിട്ടില്ല, കുറച്ച് കായ്ച്ചിന്, അതൊക്കെ അത് ചാടി കിടക്കണം. അടുത്ത കുറേ വളമിട്ടുകാട് കായ്ക്കുമോ നോക്കണം. കുറച്ച് അടിയിലൊക്കെ ഓരോന്ന് കായ്ച്ചിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഈ സാന്തോൾ മരം, ഈ സാന്തോൾ മരം വീടിൻ്റെ മേലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വെട്ടി അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് വെട്ടി ഒഴിവാക്കണം. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേന് വീടുമ്മൊക്കെ ഒന്ന് ചാടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ കാട് കെട്ടി കിടക്കാട്ടോ, മുറ്റത്തിൻ്റെ സൈഡ് ഭാഗമൊക്കെ. അതൊക്കെ ഒന്ന് ചെത്തി ശരിയാക്കണം. അതൊക്കെയാണ് കാര്യമായിട്ടുള്ള പണികൾ. പിന്നെ സാന്തോൾ മരം വെട്ടാൻ ഉദ്ദേശിച്ചതല്ല, പക്ഷേ ഒരുപാട് കായ്ക്കൊണ്ടത് ആർക്കും വേണ്ടേനും. അപ്പോൾ അത് വെട്ടാന്നുള്ള തീരുമാനത്തിലാണുള്ളത്. മുകൾ ഭാഗം കേട്ടോ, ഫുള്ളായിട്ട് വെട്ടില്ല, ചില കൊമ്പുകളൊക്കെ വെട്ടി ഒഴിവാക്കാം. അത് ഫുള്ളായിട്ട് വെട്ടി ഒഴിവാക്കത്തെന്ന് വെച്ചാൽ വേനൽക്കാലത്ത് വെയിലാവുമ്പോൾ വീടിന് നല്ലൊരു പരിരക്ഷയാണ്. തീരെ വെയിലുണ്ടാവില്ല, നല്ലൊരു തണലിട്ടും. ആമിനെ നമ്മളെ കൂടെ ഉണ്ടിട്ട് എല്ലാത്തിനും. ആമിനെ നമ്മളെ കൂടെ തന്നെ ഉണ്ട്. നമ്മൾ ഇങ്ങനെ സാന്തോൾ മരത്തിലേക്ക് കയറി പോവുകയാണ്. ഏറ്റവും ടോപ്പിലത്തെ ഭാഗമാണ് വൃക്ഷ ഒഴിവാക്കുന്നത്. അത് മരത്തൈമ കയറട്ടാ, അത് ലൈമക്ക് വരാ പെരമക്ക്. വരോണ്ടിട്ടാ കയറ് വേണം, തലേത് പെരമക്ക് വരും. ഇതേ എന്തിനാ പറ്റിയ മരം? വെറുതെ വളം വലിച്ചാൽ തെങ്ങുമ്പോൾ ഒരു തേങ്ങ ഉണ്ടോക്കെ വെച്ചത് എന്തേലും കായ ഉണ്ടാകുന്ന വെച്ചതല്ലേ. പേരും ടേസ്റ്റ്. ഒരു ഭാഗത്തി എങ്ങോട്ടെങ്കിലൊക്കെ ബുക്കട്ടെ. ആയിട്ടില്ലല്ലോ അഫ്നോ. അപ്പോൾ ഇതിന് പിന്നെ ഇപ്പം വന്നിട്ടോ, ഇപ്പം വന്നേക്ക് പിന്നെ ഇപ്പം ഏറ്റെടുത്തു. മരത്തിൻ്റെ ഇല്ലകളൊക്കെ ആഞ്ഞ് തെങ്ങിനെ കൊണ്ടുപോയിട്ടുണ്ടായിക്കോളും. കായതായാലും വേണ്ട. ഞാൻ കൈക്കോട്ട് തരുന്നു. പിന്നെ മോൾക്ക് പിന്നെ ഇപ്പം വന്നാൽ ഇപ്പം ആയാൽ മതി കേട്ടോ. അതിൻ്റെ കൂടെ കാലിൻ്റെ ചോട്ട് കൂടെ ഉണ്ട്, ഇപ്പം എടുക്കാനയക്കാതെ. ഇങ്ങോട്ട് കാണാം.
ഇത് പഴുക്കണ്ട കാണാൻ അനിയെ നോക്കണം പിച്ച് പഴുക്കണ്ടേ കാണാൻ